രാമായണത്തിൽ രാമൻ ബാലിയെ ഒളിയമ്പ ഇത് കൊന്നു എന്നൊരു ആരോപണമുണ്ട്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാവതാരമായ രാമനെ അല്ലെങ്കിൽ വൈഷ്ണവ തേജസ്സിനെ മറയ്ക്കാൻ കഴിയുന്ന ഒരു മരവും ഈ ഭൂമിയിലില്ല. വൃക്ഷത്തിന് പുറകിൽ നിൽക്കുകയാണെന്ന് ബാലിക്കാണ് തോന്നിയത്. ഹനുമാനും വാനരന്മാരും ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവർക്കൊക്കെ രാമനെ കാണാനുമുണ്ട്. ബാലി സ്വന്തം സഹോദരൻ സുഗ്രീവൻ്റെ പത്നിയെ തട്ടിയെടുത്തിരിക്കുകയാണ്. മകളായി കാണേണ്ടവളെയാണ് തട്ടിയെടുത്തത്. ബാലി പാപം ചെയ്തിരിക്കുന്നു. തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുക്കാണ്ട് മോക്ഷം കൊടുക്കാൻ സാധ്യമല്ല. രാമനെ ബാലിക്ക് കാണാൻ കഴിയാത്തത് ബാലി പാപം ചെയ്തവനായതുകൊണ്ടാണ്. സർവ്വവ്യാപിയായ ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയാത്തത് നമുക്കതിന് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മെ ബോധിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ ചെയ്യണത്. ബാലി നമ്മുടെയൊക്കെ പ്രതീകമാണ്. മാത്രമല്ല, കൃഷ്ണാവതാര കാലത്ത് ഗാന്ധാരി ശപിക്കുന്നുണ്ട് കൃഷ്ണനെ, നീയും നിന്റെ യാദവ കുലവും മുടിഞ്ഞു പോകട്ടെ, അതുപോലെ തന്നെ ഒരു നീചൻ്റെ കൈകൊണ്ട് നീ മരിച്ചു പോകട്ടെ എന്നാണ് കൃഷ്ണനെ ശപിക്കണത്. അപ്പോൾ ഈ ഒരു കൃഷ്ണാവതാരം കഴിഞ്ഞ് തിരിച്ചു വരാൻ വിഷ്ണു സ്വയം കൽപ്പിച്ച വിധിയും കൂടിയാണത്. മറ്റൊരുത്തൻ്റെ ഭാര്യയെ മോഷ്ടിച്ചവനാണ് ഏറ്റവും വലിയ നീചൻ. ആയതിനാൽ ഇവൻ്റെ കൈകൊണ്ടേറ്റ അസ്ത്രത്താലായിരിക്കണം കൃഷ്ണാവതാരം അവസാനിപ്പിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ രാമന് ബാലിയെ വധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. രാജ്യം സുഗ്രീവന് കൊടുത്ത് വനത്തിൽ പോയി തപസ് ചെയ്യണം, തപസ് ചെയ്ത് മുക്തി നേടണം എന്ന് രാമന് ബാലിയോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാലി അനുസരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ രാമൻ്റെ ആവശ്യമായിരുന്നു ബാലിയെ വധിക്കുക എന്നുള്ളത്. കൃഷ്ണാവതാര കാലത്ത് ജര എന്ന വേട്ടക്കാരനായിട്ട് ബാലി കൃഷ്ണൻ്റെ കാലിലേക്ക് അമ്പയ്യാണ്. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ അത് കൊള്ളുകയും ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് അത് കാരണമാവുകയും ചെയ്തു.